+1 കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഇതിൽ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിച്ചു. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ദെൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗെലുസാക്സ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. എല്ലാ ലോസും നന്നായി പഠിച്ചില്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഇൻ 1808 ജോൺ ഡാൾട്ടൺ പ്രപ്പോസ്ഡ് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി കോൾഡ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ആറ്റത്തിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പണ്ട് മുതലേ ഉണ്ടെങ്കിലും ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തു എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. അതുപോലെ കോമ്പൗണ്ട്, എലമെൻറ്റ്സ്, ആറ്റംസ് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു, ഇതിനെക്കുറിച്ചെല്ലാം ഡാൾട്ടൺസ് തിയറി പറയുന്നു. സോ ഇപ്പോൾ ഡാൾട്ടൺസ് തിയറിക്ക് ധാരാളം മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് പല ലിമിറ്റേഷൻസും ഉണ്ട്. അങ്ങനെയായിരുന്നാലും ആറ്റത്തിൻ്റെ ഒരു ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്ത തിയറി ആണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. നമുക്ക് നോക്കാം ഡാൾട്ടൺസ് തിയറിയിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഫസ്റ്റ് പോയിൻറ്റ്, all matter consists of indivisible particles called atoms. Indivisible means that cannot be further divided. വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്ര ചെറുതായ ആറ്റംസ് കൊണ്ടാണ് എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ഓൾ മാറ്റർ കൺസിസ്റ്റസ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. രണ്ടാമത്തെ പോയിന്റ്, atoms of the same element are similar in properties including mass, and atoms of different elements have different properties. എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിനെല്ലാം ഒരേ പ്രോപ്പർട്ടീസാണ്, ഇൻക്ലൂഡിങ് മാസ്. മാസും അതുപോലെ എല്ലാ ഗുണങ്ങളും ഒരുപോലെയാണ് ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിന്. അതേസമയം വ്യത്യസ്ത എലമെൻറ്റിൻ്റെ ആറ്റത്തിന് എന്താണ്? വ്യത്യസ്ത ഗുണങ്ങളാണ്, വ്യത്യസ്ത മാസാണ്. So atoms of the same element are similar in properties including mass, and atoms of different elements have different properties or they differ in mass. Isotopes. What are isotopes? They are elements with the same atomic number but different mass numbers. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പേഴ്സും ഉള്ളതാണ് ഐസോട്ടോപ്സ്. അപ്പോൾ അവിടെ എലമെൻറ്റ് സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ മാസ് നമ്പർ വ്യത്യാസമാകുമ്പോൾ മാസും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഐസോട്ടോപ്സ് ആർ സെയിം എലമെൻറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ്. ഡാൾട്ടൺസ് തിയറിയുടെ ഈ പോയിൻ്റ് ഐസോട്ടോപ്പിൻ്റെ കേസിൽ ആപ്ലിക്കബിൾ അല്ല. അതുപോലെ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തു വ്യത്യസ്ത എലമെൻറ്റ്സിൻ്റെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത മാസാണ്. നോർമലി അങ്ങനെയാണ്, പക്ഷേ എന്താണ്? ഐസോബാർസ്. വാട്ട് ആർ ഐസോബാർസ്? എലമെൻറ്റ്സ് വിത്ത് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പേഴ്സ്. അറ്റോമിക് നമ്പർ വ്യത്യസ്തമായിരുന്നാൽ എലമെൻറ്റും വ്യത്യസ്തമായിരിക്കും. ഒരേ മാസ് നമ്പറുള്ള വ്യത്യസ്ത എലമെൻറ്റ്സ്. അങ്ങനെയാകുമ്പോഴും എന്താണ്? വ്യത്യസ്ത എലമെൻറ്റ്സിന് ഒരേ മാസ് വരുന്നു. അറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ മാസ് എന്നാണ് ഡാൾട്ടൺ പറഞ്ഞത്, പക്ഷേ വ്യത്യസ്ത എലമെൻറ്റിന് ഒരേ മാസ് വരുന്നു. ദാറ്റ് ഈസ് ഐസോബാർസ്. അപ്പോൾ ഐസോട്ടോപ്പിൻ്റെയും ഐസോബാറിൻ്റെയും കേസിൽ ഡാൾട്ടൺസ് തിയറി ആപ്ലിക്കബിൾ അല്ല. So that is the second point. ഇപ്പോൾ എന്താണ് ഡാൾട്ടൺസ് തിയറിയുടെ സെക്കൻഡ് പോയിന്റ്? എന്താണ്? ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് മാസ്, ആൻഡ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് മാസ്. ദെൻ Dalton proposed that atoms of different elements combines in a fixed ratio to form compounds. Atoms of different elements combines in a fixed ratio to form compounds. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റംസ് ഒരു ഡെഫിനിറ്റ് ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടി ചേർന്നാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുക. ദെൻ അനദർ പോയിന്റ് ഈസ് chemical reaction involves reorganization of matter. Matter is neither created nor destroyed. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ തന്നെയാണ്. മാറ്റർ ക്യാൻ neither be created nor to be destroyed. So chemical reaction involves only reorganization of matter, അല്ലെങ്കിൽ റീഅറേഞ്ച്മെൻറ്റ്. കെമിക്കൽ റിയാക്ഷനിൽ മാറ്റത്തിൻ്റെ ഒരു പുനർക്രമീകരണം മാത്രമാണ് നടക്കുക. Matter is neither created nor destroyed.
Chemical reaction involves reorganization of matter. Matter is neither created nor destroyed. Dalton's theory represents indestructibility of matter. മാറ്ററിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇൻഡിസ്ട്രക്റ്റബിൾ ആണ് മാറ്റർ. മാറ്റർ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. പക്ഷെ നമുക്കറിയാം മാറ്റർ ന്യൂക്ലിയർ റിയാക്ഷൻസിലൊക്കെ മാറ്റർ ഈസ് കൺവേർട്ടഡ് ടു ആൻ ഇക്വലൻറ്റ് ഫോം ഓഫ് എനർജി. മാറ്ററിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതും ഡാൾട്ടൺസ് തിയറിയുടെ ഒരു ലിമിറ്റേഷനാണ്. ഇൻഡിസ്ട്രക്റ്റബിലിറ്റി ഓഫ് മാറ്റർ ഈസ് നോട്ട് ഓൾവേസ് ട്രൂ. മാറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ടു ആൻ ഇക്വലൻറ്റ് ഫോം ഓഫ് എനർജി ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഇപ്പോൾ ഈ ലിമിറ്റേഷൻസൊക്കെ അതിനെ കൂടി ഓവർകം ചെയ്തിട്ടാണ് മോഡേൺ അറ്റോമിക് തിയറി വരിക. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി? ഓൾ മാറ്റർ കൺസിസ്റ്റസ് ഓഫ് indivisible particles called atoms. Atoms of the same element are similar in properties and atoms of different elements have different properties, including mass. Then atoms of different elements combines in a fixed ratio to form compounds. Then chemical reaction involves reorganization of matter. Matter is neither created nor destroyed, or matter is indestructible. That are the important points of Dalton's atomic theory. Atomic mass of elements. നമുക്കറിയാം atoms are very minute particles. So the mass of an atom is extremely small quantity. We cannot express or we cannot measure it by simple means. ആറ്റത്തിൻ്റെ മാസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡയറക്റ്റായിട്ടൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ആറ്റത്തിൻ്റെ മാസ് ഒരു സ്റ്റാൻഡേർഡുമായി അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതുമായി കമ്പയർ ചെയ്താണ് ബാക്കി എലമെൻറ്റ്സിന് മാസ് പറയുക. അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നതിനാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ ആപേക്ഷിക അറ്റോമിക മാസ് എന്ന് പറയും. എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ മാസ് വേറൊന്നുമായി കമ്പയർ ചെയ്ത് പറയുന്നതിനാണ് ആപേക്ഷിക അറ്റോമിക മാസ് എന്ന് പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ബോർഡിൻ്റെ ലെങ്ത് മെഷർ ചെയ്യണം. അതിന് നമ്മളുടെ അടുത്ത് ആകെയുള്ളത് ഈ ഒരു പെന്ന് മാത്രമാണെന്ന് വിചാരിക്കുക മെഷർ ചെയ്യാൻ. വേറൊരു ഇൻസ്ട്രുമെൻറ്റ്സ് സ്കെയിലോ അങ്ങനെയുള്ള യാതൊന്നും നമ്മുടെ അടുത്തില്ല. ആകെ ഈ ഒരു പെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും? ഇങ്ങനെ വെച്ച് എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ അങ്ങ് വരെ എൻ്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം ഈ പെൻ ഇങ്ങനെ വെച്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ നമുക്കതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡായിട്ട് എന്താണ്? ഈ പെന്നാണ് ഉപയോഗിക്കുക. ഈ പെന്നിൻ്റെ ലെങ്താണ് ഇതിൻ്റെ എത്ര മടങ്ങാണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആറ്റത്തിൻ്റെ മാസ് വളരെ ചെറുതാണ്. അപ്പോൾ ഒരാറ്റത്തിൻ്റെ മാസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി ആറ്റത്തിന് എത്ര മാസ് ഉണ്ട് അങ്ങനെ പറയുന്നതാണ് ആപേക്ഷിക അറ്റോമിക് മാസ്. In 19th century, scientists use hydrogen as standard. Atomic mass of hydrogen is fixed as 1 and atomic mass of all other elements are expressed relative to hydrogen. ആദ്യം ഹൈഡ്രജൻ ആയിരുന്നു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്തത്. കാരണം ഏറ്റവും ലൈറ്റസ്റ്റ് എലമെൻ്റ് ആണ് ഹൈഡ്രജൻ. അപ്പോൾ അതിൻ്റെ മാസിൻ്റെ എത്ര മടങ്ങാണ് ബാക്കി എലമെൻറ്റ്സിൻ്റെ മാസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് നൗ വി യൂസ് ദി ഐസോട്ടോപ്പ് ഓഫ് കാർബൺ C12 that is commonly used as standard. കാർബൺ 12 ഐസോട്ടോപ്പാണ് നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുക. കാർബണിൻ്റെ C12 ഐസോട്ടോപ്പ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് സ്റ്റാൻഡേർഡ്. ആൻഡ് 1/12th mass of one C12 atom. 1/12th mass of one C12. ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ദാറ്റ് ഈസ് കോൾഡ് 1 atomic mass unit. 1 atomic mass unit. AMU എന്ന് പറയും. It is expressed as AMU, 1 atomic mass unit, 1/12th mass of 1 C12 atom. Now AMU is replaced by unified mass. AMUവിന് പകരം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് യൂണിഫൈഡ് മാസ് എന്നുള്ള ടേമാണ്. എക്സ്പ്രസ്ഡ് ആസ് യു. യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ യു എന്നുള്ള സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അതെന്താണ്? 1/12th mass of 1 C12 is called unified mass.
ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1/12th മാസ് ഓഫ് 1c12 ആണ്. അപ്പോൾ നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് എ നമ്പർ ദാറ്റ് എക്സ്പ്രസ് ഹൗ മെനി ടൈംസ് ദി മാസ് ഓഫ് one atom of the element is greater than 1/12th mass of 1c12. ഇതാണ് ഒരു നമ്മൾ ഏത് എലമെൻറ്റിൻ്റെയാണോ അറ്റോമിക് മാസ് മെഷർ ചെയ്യുക അതിൻ്റെ ഒരാറ്റത്തിൻ്റെ മാസ് ഒരു c12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 എത്ര മടങ്ങാണ്, അല്ലെങ്കിൽ 1 AMUവിൻ്റെ 1 അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ എത്ര മടങ്ങാണ് ഒരാറ്റത്തിൻ്റെ മാസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ദി അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16U എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16U. മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം ഈസ് 16 times greater than 1/12th മാസ് ഓഫ് 1c12. അല്ലെങ്കിൽ ഒരു AMUവിൻ്റെ 16 times greater ആണ് ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ്. അതാണ് 16U എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ അർത്ഥം. അതുപോലെ അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ എത്രയാണ്? 14U. What does it mean? Mass of 1 nitrogen atom is 14 times greater than 1 AMU. ഒരു AMUവിൻ്റെ 14 times greater ആണ് ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ്. ഇനി അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് അല്ലേ? അറ്റോമിക് മാസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 gram ആണ്. അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ എന്താണ് GAM. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഗ്രാം അറ്റോമിക് മാസ് GAM. അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഇൻ ഗ്രാം എത്രയാണ്? 16 gram എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസാണോ 16 gram എന്ന് പറഞ്ഞാൽ? യുവിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 16 മടങ്ങാണ്. അതാണ് യുവിലുള്ള ആറ്റോമിക് മാസ് എക്സ്പ്രഷൻ്റെ മീനിങ്. ഈ 16 gram ആണ് ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗ്രാം അറ്റോമിക് മാസിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദി മാസ് ഓഫ് എ സിംഗിൾ ഓക്സിജൻ ആറ്റം. ഒരു ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, നമുക്ക് കാണാൻ പോലും പറ്റില്ല, അത്രയും ചെറുതാണ്. അപ്പോൾ അതിൻ്റെ മാസ് ഒരിക്കലും 16 gram വരില്ല. സോ 16 gram എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാസ് ഓഫ് ഹൗ മെനി ഓക്സിജൻ ആറ്റംസ്? അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്. അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 × 10⁻23. സോ 16 gram is the mass of 6.022 × 10⁻23 atoms. ഇതിനാണ് അവഗാഡ്രോ നമ്പർ NA എന്ന് റെപ്രസെൻ്റ് ചെയ്യും അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഇത്രയും ആറ്റത്തിൻ്റെ മാസ് ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസാണ് 16 gram. ഇപ്പോൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഇസ് എ മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്. നൈട്രജൻ്റെ എങ്ങനെ പറയാം? നൈട്രജൻ്റെ ആറ്റോമിക് മാസ് 14U ആണ്. ഗ്രാമിൽ എത്ര വരും? അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14 gram. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? 14 gram എന്ന് പറഞ്ഞാൽ എത്ര നൈട്രജൻ ആറ്റത്തിൻ്റെ മാസാണത്? 6.022 × 10⁻23 നൈട്രജൻ ആറ്റത്തിൻ്റെ മാസാണ് 14 gram എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ NA നമ്പർ ഓഫ് നൈട്രജൻ ആറ്റത്തിൻ്റെ മാസാണ് 14 gram. അപ്പോൾ അറ്റോമിക് മാസ് യുവിൽ എക്സ്പ്രസ് ചെയ്താൽ അതൊരു റിലേറ്റീവ് അറ്റോമിക് മാസാണ് കമ്പയർഡ് ടു 1/12th മാസ് ഓഫ് 1c12. അപ്പോൾ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര മാസ് വരുന്നു എന്നുള്ളതാണ് യൂണിഫൈഡ് മാസിലുള്ള എക്സ്പ്രഷൻ. ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് എന്താണ്? മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ഈ ഒരു ഡിഫറൻസ് വളരെ ക്ലിയർ ആയിട്ട് അറിയാമായിരിക്കണം. ഗ്രാമിൽ അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്താൽ ദാറ്റ് ഇസ് എ മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് സച്ച് ആറ്റംസ്. അടുത്തത് ആവറേജ് അറ്റോമിക് മാസ്. പല എലമെൻറ്റ്സും ഐസോട്ടോപ്പുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പം അങ്ങനെയുള്ള എലമെൻറ്റ്സിനെ അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈ ഐസോട്ടോപ്പ് എന്താണ്? ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും. അപ്പോൾ ഐസോട്ടോപ്സ് ഉള്ള എലമെൻറ്റിൽ ഓരോ ഐസോട്ടോപ്സിനും ഡിഫറെൻറ്റ് അബണ്ടൻസ് ആണുള്ളത്, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള അതിൻ്റെ ലഭ്യത ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ
ഓരോ ഐസോട്ടോപ്പും ഐസോട്ടോപ്പിന് ഓരോന്നിനും ആറ്റോമിക് മാസ് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ അതിൻ്റെ അബണ്ടൻസിലും വ്യത്യാസമുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ആവറേജ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഐസോട്ടോപ്പുള്ള എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസും അതുപോലെ ഓരോ ഐസോട്ടോപ്പിനെയും ആറ്റോമിക് മാസും കൂടി കൺസിഡർ ചെയ്ത് അതിൻ്റെ എല്ലാം കൂടി ആവറേജ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. കാർബണിൻ്റെ 3 ഐസോട്ടോപ്സ് C12, C13 ആൻഡ് C14 ആർ ദി 3 ഐസോട്ടോപ്സ് ഓഫ് കാർബൺ. അതിലേറ്റവും കോമൺ ആയിട്ടുള്ളത് C12 ആണ്. അതിൻ്റെ അബണ്ടൻസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. അപ്പോൾ കാർബൺ 12ൻ്റെ പെർസെൻറ്റേജ് ഏതാണ്ട് 98.892% C12 ആണ്. പ്രകൃതിയിലുള്ളതിൽ ഇത്രയും പെർസെൻറ്റേജ് 98.892% C12 ആണ് വിത്ത് അറ്റോമിക് മാസ് 12. ഇത് രണ്ടാമത്തെ ഐസോട്ടോപ്പ് C13. അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് കുറവാണ് 1.108%. ആൻഡ് അറ്റോമിക് മാസ് ഓഫ് C13 ഈസ് 13.00335. ഓരോ ഐസോട്ടോപ്പിനും ഡിഫറെൻറ്റ് ആറ്റോമിക് മാസ്സാണ് വരിക. C14 അബണ്ടൻസ് വളരെ കുറവാണ് 2 × 10⁻⁻10%. ആൻഡ് അറ്റോമിക് മാസ് ഈസ് 14.00317. അപ്പോൾ കാർബണിൻ്റെ ആറ്റോമിക് മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ ഡിഫറെൻറ്റ് ഐസോട്ടോപ്സ് ഉണ്ട്, ഓരോന്നിൻ്റെയും ആറ്റോമിക് മാസ് ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ അബണ്ടൻസും ഡിഫറെൻ്റ് ആണ്. സോ ദി അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് ടേക്കൺ ആസ് ആവറേജ് ഓഫ് ദിസ് 3 ഐസോട്ടോപ്സ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ അബണ്ടൻസ് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്, അതിനെ എമൗണ്ടിലേക്ക് മാറ്റുക. എത്ര എമൗണ്ട് ആണുള്ളതെന്ന് മാറ്റാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ പെർസെൻറ്റേജിനെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 98.892/100 എന്ത് വരും? 98.892/100 ഈക്വൽ ടു 0.98892. ഞാനിവിടെ ഇങ്ങനെ എടുക്കുക. അങ്ങനെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് ഓരോന്നിൻ്റെയും അറ്റോമിക് മാസ് കൊണ്ട് റിലേറ്റീവ് അബണ്ടൻസിനെ അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കിട്ടുക. നോക്കുക. ഫസ്റ്റ് ഐസോട്ടോപ്പ് C12. അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് 98.892% ആണ്. അതിനെ എമൗണ്ടിലേക്ക് മാറ്റി 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0.98892 ഇൻറ്റു 12 അതിൻ്റെ ആറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് നെക്സ്റ്റ് ഐസോട്ടോപ്പ് C13. അതിൻ്റെ അബണ്ടൻസ് എന്താണ്? 1.108%. അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 1.108 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 2 പോയിൻ്റ് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 0.01108 വരും. സോ 0.01108 അതാണ് ഇവിടെ C13ൻ്റെ abundance into its atomic mass 13.00335 plus next isotope C14. അതിൻ്റെ abundance എന്താണ്? 2 × -10⁻⁻10 ആണ്. അതിനെ എമൗണ്ടിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 2 × 10⁻10 ഡിവൈഡഡ് ബൈ 100. 100 എന്ന് പറഞ്ഞാൽ 10⁻2 ആണ്. അതെന്ത് വരും? 2 × 10⁻2ന് മുകളിൽ വരുമ്പോൾ 10⁻2 ആവും. 10⁻12. 2 × 10⁻12. അതിവിടെ റിലേറ്റീവ് അബണ്ടൻസ് 2 × 10⁻12 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് C14 14.00317. എല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുക 12.011 U. അറ്റോമിക് മാസ് യുവിലാണ് എക്സ്പ്രസ് ചെയ്യുക. So 12.011 U is the average atomic mass of carbon. അപ്പോൾ ഇങ്ങനെയാണ് ഐസോട്ടോപ്സ് ഉള്ള എലമെൻസിൻ്റെ അറ്റോമിക് മാസ് ആവറേജ് എടുത്താണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആവറേജ് അറ്റോമിക് മാസ് ഈസ് 12.011 U. 1 AMU എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1.66056 × 10⁻24 gram ആണ്. 1 AMU, that is 1/12th mass of 1 C12, that is equal to 1.66056 × 10⁻24 gram. ഇതാണ് AMUവും ഗ്രാമും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് മോളിക്കുലാർ മാസ്. Molecular mass of a compound, that is obtained by adding atomic mass of each element present in one molecule of the compound. ഒരു മോളിക്യൂളിലുള്ള
ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ്, ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് ആഡ് ചെയ്താണ് മോളിക്കുലാർ മാസ് കിട്ടുക. മോളിക്കുലാർ മാസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. And we can calculate molecular mass of water, H2O. അതിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് എലമെൻറ്റ് ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് എന്താണ്? 1. ഇനി 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 പ്ലസ് ഓക്സിജൻ്റേത് 16. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ആറ്റോമിക് മോളിക്കുലാർ മാസ്? ദറ്റ് ഈസ് 18 gram, 18U. Molecular mass of H2O is 18U. Another example, CH4. CH4ൻ്റെ മോളിക്കുലാർ മാസ് എന്ത് വരും? കാർബണിൻ്റെ എത്രയാണ്? 12. ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1. 4 ഹൈഡ്രജൻ വരുമ്പോൾ 1 × 4 ഈക്വൽ ടു 12 + 4 16. 16U ആണ് മീഥൈൻ്റെ മോളിക്കുലാർ മാസ്. അതുപോലെ ഏത് മോളിക്യൂളിനെയും നമുക്ക് മോളിക്കുലാർ മാസ് കാണാൻ ആഡിങ് ദി അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് സച്ച് ആറ്റംസ് ഇൻ ദി കോമ്പൗണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് മോളിക്കുലാർ മാസ്. ഇനി ഇത് റിലേറ്റീവ് 16U എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് CH4 is 16U. What does it means? Mass of one molecule of CH4 is 16 times greater than 1/12th mass of 1C12. അതാണ് മോളിക്കുലാർ മാസ് 16U എന്ന് പറഞ്ഞാൽ. ഇനി ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമിലും റെപ്രസെൻ്റ് ചെയ്യാം. മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം, ദാറ്റ് ഈസ് കോൾഡ് ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ എന്ത് പറയും? GMM. മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം മോളിക്കുലാർ മാസ് ഓർ GMM. അതെന്താണ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ GMM എന്ന് പറഞ്ഞാൽ? വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18U പകരം ഗ്രാം ഇട്ടാണെങ്കിൽ എന്ത് എഴുതാം? 18 gram എന്ന് എഴുതാം. മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ ഈസ് 18 gram. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ ഈസ് 18 gram എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? It is 18 gram is the mass of Avogadro number of water molecules. അപ്പോൾ ഇതിൽ 18 gram എന്ന് പറയുന്നത് 6.022 × 10⁻23 H2O മോളിക്യൂൾസിൻ്റെ മാസാണ് 18 gram. ഇത്രയും H2O മോളിക്യൂൾസിൻ്റെ മാസാണ് 18 gram. അപ്പോൾ ഗ്രാം മോളിക്കുലാർ മാസ് എക്സ്പ്രസ് ഇൻ ഗ്രാം ഈസ് കോൾഡ് ഗ്രാം മോളിക്കുലാർ മാസ്. ഇപ്പോൾ ഒരു GMM എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ മാസാണ്. അപ്പോൾ 18 gram ഓഫ് വാട്ടർ ഈസ് മാസ് ഓഫ് 6.022 × 10⁻23 വാട്ടർ മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ 16 CH4ൻ്റെ ഗ്രാമിലുള്ള മോളിക്കുലാർ മാസ് എന്ത് വരും? 16 gram എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് എ മാസ് ഓഫ് 6.022 × 10⁻23 CH4 മോളിക്യൂൾസ്. ഇത്രയും CH4 മോളിക്യൂളിൻ്റെ മാസാണ് 16 gram. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ മോളിക്കുലാർ മാസ് ഗ്രാമിലും യുവിലും എക്സ്പ്രസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്ന മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ മാസാണ്. ഇനി ഗ്രാം അറ്റോമിക് മാസ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, ദാറ്റ് ഈസ് മോളിക്കുലാർ മാസ്. ദെൻ നെക്സ്റ്റ് ഈസ് ഫോർമുല മാസ്. നെക്സ്റ്റ് നമ്മൾ പറയാം ഫോർമുല മാസ്. ഈ ഫോർമുല മാസ് യൂസ് ചെയ്യുന്ന മോളിക്കുലാർ മാസ് പോലെ തന്നെയാണ്, പക്ഷേ അത് അയോണിക് സോളിഡ്സിൽ ഉപയോഗിക്കുന്ന അയോണിക് സോളിഡിൻ്റെ മാസ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫോർമുല മാസ്. ഇൻ അയോണിക് സോളിഡ്സ് ദി ബിൽഡിംഗ് യൂണിറ്റ്സ് ആർ നോട്ട് മോളിക്യൂൾസ്. അല്ലെങ്കിൽ അതിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് അല്ല, അയോൺസ് ആണ്. സോഡിയം ക്ലോറൈഡ് എടുത്താൽ Na+ ആൻഡ് Cl- അയോൺസ് ആർ ദി ബിൽഡിംഗ് യൂണിറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റിനെ, അതിൻ്റെ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളിനെ മോളിക്യൂൾ എന്നല്ല പറയുക, അയോൺസ് ആർ ദി ബിൽഡിംഗ് യൂണിറ്റ്സ്. സോ ദി മാസ് ഓഫ് സച്ച് അയോണിക് സോളിഡ്സ് ആർ എക്സ്പ്രസ്ഡ് ബൈ ഫോർമുല മാസ്. ആൻഡ് ഫോർമുല മാസ് ഇസ് ദി മാസ് ഓഫ് വൺ ഫോർമുല യൂണിറ്റ് ഓഫ് ദി സോളിഡ്.
സോളിഡിൻ്റെ ഒരു ഫോർമുല യൂണിറ്റിൻ്റെ മാസ്സാണ് ഫോർമുല മാസ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് സോളിഡാണ്. അതിൻ്റെ ഫോർമുല മാസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാസ് ഓഫ് 1 ഫോർമുല യൂണിറ്റ്. സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല യൂണിറ്റ് എന്താണ്? ഒരു Na+Cl- കൂടി ചേർന്നാണ് സോഡിയം ക്ലോറൈഡ് ആവുക. സോ ദി ഫോർമുല യൂണിറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് NaCl. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മോളിക്കുലാർ മാസ് കാൽക്കുലേഷൻ പോലെ തന്നെ അറ്റോമിക് മാസ് ആഡ് ചെയ്യുക. ഒരു യൂണിറ്റിലുള്ള അറ്റോമിക് മാസ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 23 + 35.5 എന്ത് വരും? that is equal to 58.5 U. ഇതാണ് NaClൻ്റെ ഫോർമുല മാസ് 58.5. അപ്പോൾ അയോണിക് സോളിഡ്സിൻ്റെ മാസ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഫോർമുല മാസ്. ഇറ്റ് ഈസ് എ മാസ് ഓഫ് 1 ഫോർമുല യൂണിറ്റ് ഓഫ് അയോണിക് സോളിഡ്സ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ 1 ഫോർമുല യൂണിറ്റ്. ദെൻ ഇവിടെ നമുക്ക് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. ഫോർമുല മാസ് ഇൻ ഗ്രാം ഫോർമുല മാസ്. അതെന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റിൻ്റെ മാസ്സാണ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. 58.5 U അല്ലെങ്കിൽ എന്ത് പറയാം? 58.5 ഗ്രാം. അപ്പോൾ ഈ 58.5 ഗ്രാമിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് എ മാസ് ഓഫ് 6.022 × 10⁻23 NaCl യൂണിറ്റ്സ്. ഇത്രയും NaCl യൂണിറ്റ്സിൻ്റെ മാസ്സാണ് 58.5 ഗ്രാം. അപ്പോൾ നമ്മൾ മാസ് 3 ടൈപ്പ് മാസ് പറഞ്ഞു. അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ് ആൻഡ് ഫോർമുല മാസ്. അതിനെല്ലാം യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ യുവിൽ എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ ഗ്രാമിലും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ? യു എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മാസ്സാണ്. 1/12 മാസ് ഓഫ് C12ൻ്റെ എത്ര മടങ്ങാണെന്ന് പറയുന്നതാണ് യൂണിഫൈഡ് മാസ്. ഇനി അതേസമയം ഒരാറ്റത്തിൻ്റെ മാസ്, അതേസമയം നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആറ്റമാണെങ്കിൽ ആറ്റോമിക് മാസ് പറയും. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ മോളിക്കുലാർ മാസ് പറയും. അവഗാഡ്രോ നമ്പർ ഓഫ് ഫോർമുല യൂണിറ്റ്സ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഫോർമുല മാസ്. ഓക്കെ, നെക്സ്റ്റ് മോൾ കൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മോൾ കൺസെപ്റ്റ്. നമുക്കറിയാം ആറ്റംസ് വളരെ ചെറുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ മാസും അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഒക്കെ നമുക്കൊരു ഡെഫിനിറ്റ് എമൗണ്ട് തന്നിരുന്നാൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുക വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അത് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ എമൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു SI യൂണിറ്റാണ് മോൾ. നേരത്തെ നമ്മൾ പഠിച്ചു. മോൾ റെപ്രസെൻറ്റ്സ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഒരു വസ്തു 2 എണ്ണത്തിന് നമ്മൾ എന്ത് പറയും? ഒരു പെയർ എന്ന് പറയും. 12 എണ്ണം എടുത്താൽ ഏത് വസ്തുവും 12 എണ്ണം എടുത്താൽ ഒരു ഡസൻ എന്ന് പറയും. 20 എണ്ണം എടുത്താൽ എന്ത് പറയും? ഒരു സ്കോർ എന്ന് പറയും. ഇനി 144 എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ ഗ്രോസ്. ഏത് വസ്തുവും 2 എണ്ണം എടുത്താൽ ഒരു പെയർ, 12 എണ്ണം എടുത്താൽ ഒരു ഡസന്, 20 ഒരു സ്കോർ, 144 ഗ്രോസ്. അതുപോലെ ആറ്റംസും മോളിക്യൂൾസും അത് വളരെ ചെറുതാണ്. അത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി, ഒരു ഫിക്സഡ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് മോൾ എന്ന് പറയാം. അപ്പോൾ 1 മോള് എത്രയായിരിക്കും? 1 മോൾ അതും നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 2 നമ്പറിന് ഒരു പെയർ, 12 നമ്പറിന് ഒരു ഡസൻ, 20 നമ്പറിന് 1 സ്കോർ, 144 ഒരു ഗ്രോസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് 1 മോൾ എന്ന് പറഞ്ഞാൽ അത് എത്ര നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്? ദാറ്റ് ഇസ് എ ഹ്യൂജ് നമ്പർ, അവഗാഡ്രോ നമ്പർ. 6.022 × 10⁻23. ഇത്രയും നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് 1 മോൾ. ഏത് വസ്തുവും ആറ്റമോ മോളിക്യൂളോ ഫോർമുല മാസോ ഏതായിരുന്നാലും ഫോർമുല യൂണിറ്റോ ഏതായിരുന്നാലും അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 ഈസ് അവഗാഡ്രോ നമ്പർ Na. ഇത്രയും നമ്പറിൻ്റെ എമൗണ്ടാണ് 1 മോൾ. 1 mole of any substance contains Avogadro number of particles. Particle may be atom, molecule or ion. That is mole concept. Avogadro number of particles in the എണ്ണമാണ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് ആണ് 1 mole എന്ന് പറയാം. So how can we define 1 mole? 1 mole is defined as it is the amount of any substance that contains
the same number of particles as in 12 gram of C12. 12 gram C12 12 gram C12 എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസ് ഉള്ള ഏതൊരു വസ്തുവിൻ്റെയും എമൗണ്ടാണ് 1 മോൾ. What is 1 mole? It is the amount of any substance that contains as many particles as in 12 gram of C12. 12 gram C12 എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസ് ഉള്ള ഏതൊരു വസ്തുവിൻ്റെയും എമൗണ്ടാണ് 1 മോൾ. ഈ 12 ഗ്രാം C12 എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ഈ 12 എന്ന് പറയുന്നത് എന്താണ്? 12 ഗ്രാം എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ അറ്റോമിക് മാസ്സാണ്, ഗ്രാം അറ്റോമിക് മാസ്സാണ്. അപ്പോൾ കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാം ആണ്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. സോ 12 ഗ്രാം ഈസ് ദി മാസ് ഓഫ് 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റംസ്. ഇത്രയും കാർബൺ ആറ്റത്തിൻ്റെ മാസ്സാണ് 12 ഗ്രാം. കാരണം അത് ആറ്റോമിക് മാസ്സാണ് എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ മാസ്സാണ്. അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 ആണ് 1 മോൾ എന്ന് ഞാൻ പറഞ്ഞു. സോ 1 മോൾ ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. 1 മോൾ ഈസ് എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉള്ള ഏതൊരു വസ്തുവിൻ്റെയും എമൗണ്ടാണ് 1 മോൾ. ഇനി അതിനെ ഡിഫൈൻ ചെയ്യുക, ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ആസ് മെനി പാർട്ടിക്കിൾസ് ആസ് ഇൻ 12 ഗ്രാം C12. 12 ഗ്രാം C12 എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ടാണ് 1 മോൾ എന്ന് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി, അതുപോലെ എന്താണ് അറ്റോമിക് മാസ്, അതിനെ യുവിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, അതുപോലെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യും, അതിൻ്റെ മീനിങ്സ് എന്താണ്. ദെൻ മോളിക്കുലർ ആവറേജ് ആറ്റോമിക് മാസ് കാൽക്കുലേഷൻ, മോളിക്കുലർ മാസ്, അതിനെ ഗ്രാമിലും യുവിലും എക്സ്പ്രസ് ചെയ്യുന്നു, ഫോർമുല മാസ്, ദെൻ മോൾ കൺസെപ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.